ഗോമതി, ആനന്ദെ, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും എല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാണ് നമ്മുടെ ബാലൻ പോലീസ് സ്റ്റേഷനെ വെച്ച്. മറ്റൊന്നുമല്ല, കട പുതുക്കി പണിയാനാണെന്ന് പറഞ്ഞ് ഉദയഭാനുവിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ചോദിച്ച കാര്യം ശ്രീകല ഇവിടെ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ബാലന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ബാലനും ഗോമതിയും ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒപ്പിച്ചു വെച്ച പണികളുടെ റിസൾട്ടാണ് ഇപ്പൊ എല്ലാവരും കൂടി ചേർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കാരണം ഇവർ രണ്ടുപേരാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ ബാലന് ഉദയഭാനുവിനെ കുറിച്ച് നേരത്തെ ഒരു സംശയം തോന്നിയിരുന്നു. എന്നിട്ടും ബാലൻ അത് ആരോടും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഉദയഭാനു തന്ന 10 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ച് ദേവിക്ക് കൊടുത്തു. പക്ഷെ ആ കാര്യം ദേവിയോടും ആരോടും പറയരുതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ സ്വർണം കൊടുത്തതെന്ന് ദേവിക്ക് പോലും അറിയില്ല. അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ബാലൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. അതൊക്കെയാണ് ഇപ്പൊ ഓരോന്നായിട്ട് ഇവർക്കെതിരെ വരുന്നതും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതേപോലെയാണ് ഇപ്പോ ദേവമംഗലത്തെ എല്ലാരും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോമതി പറയുന്നത് എന്താന്ന് വെച്ചാ, അവള് നമ്മളോട് ചെയ്തു വെച്ച ചതി കണ്ടില്ലേ, നമ്മുടെ മോന്റെ ജീവിതം നശിപ്പിച്ചിട്ട് പോലും അവളോട് നമ്മൾ ക്ഷമിക്കുകയല്ലേ ചെയ്തത്. അവള് ചെയ്ത തെറ്റ് എന്താണെന്ന് അവള് മനസ്സിലാക്കണം. അതിന് 2 ആഴ്ച അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് അവളെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാം എന്നല്ലേ നമ്മൾ വിചാരിച്ചുള്ളൂ. പക്ഷെ അതിനുള്ളിൽ അവൾ ചെയ്തു കൂട്ടിയത് എന്താന്ന് കണ്ടില്ലേ. എനിക്ക് ചോദിക്കാനുണ്ട് ബാലേട്ട, അവരെയൊക്കെ കാണട്ടെ, ഞാൻ ഉറപ്പായിട്ട് ചോദിക്കും എന്നൊക്കെയാണ് ഗോമതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സത്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ദേവിയോട് വായിൽ വന്ന എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ദേവിയെ പുറത്തേക്ക് തള്ളി ഡോർ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അതിനുശേഷം ആനന്ദ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു എന്ന് അറിഞ്ഞപ്പോഴും അവനവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അങ്ങനെ ഒരുത്തി ഇനി ഈ വീട്ടിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പെട്ടതിന് ശേഷം കാര്യങ്ങളൊക്കെ മാറ്റി പറയുന്നത്. 2 ആഴ്ച അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനായിരുന്നില്ലേ പ്ലാൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇവിടെ ഇതൊക്കെ പറഞ്ഞ് ഇവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ ശ്രീകലയും ഉദയഭാനുവിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ, അവരിങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ എല്ലാവരോടും കൂടിയായിട്ട് സംസാരിക്കുകയാണ്. ആദ്യം ശ്രീകലയോടും ഉദയഭാനുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ അവരൊക്കെ പറയുന്നത്. അവരെ കാണുമ്പോഴും അങ്ങനെ വലിയ ദുഷ്ടന്മാരായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അവര് പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു സത്യസന്ധത ഉള്ളതുപോലെയാ ഞങ്ങൾക്കും തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ അങ്ങനെ പറയരുത് മാഡം, അവരെല്ലാവരും അഭിനയിക്കുകയാണ് മാഡം, ഞങ്ങളുടെ മോൾ അനുഭവിച്ചതൊക്കെ സത്യമാ, അവര് ഞങ്ങളുടെ മോളെ പീഡിപ്പിച്ചു, പണം ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ശരി ഈ സ്ത്രീധനം ചോദിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ? സ്ത്രീധനം ചോദിക്കുന്ന ഫോൺ റെക്കോർഡ്സോ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പണം അയച്ചു കൊടുത്തതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ചോദിക്കുമ്പോൾ ശ്രീകലയും ഉദയഭാനും ഒന്നിങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. പക്ഷെ ഇവര് പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു കാര്യത്തിലെ സത്യമാണ്. എന്താന്ന് വെച്ചാൽ ബാലൻ മുമ്പ് കട പുതുക്കി പണിയാനാണെന്ന് പറഞ്ഞ ഉദയഭാനുവിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു. അത് സുകന്യയുടെ കയ്യിൽ നിന്ന് പറ്റിച്ചുണ്ടാക്കി ഉദയഭാനു ബാലന്റെ കയ്യിൽ കൊടുത്തു. പക്ഷെ അത് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. അതിന് പക്ഷേ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ കാര്യം ശ്രീകലയ്ക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഓർമ്മ വരികയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് ശ്രീകല പറയാണ്, കൊടുത്തത് സത്യമാണ് മാഡം, ഞങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു തെളിവോ ഒന്നുമില്ല. അതിന് കാരണം ഇവര് തന്നെയാണ്. എപ്പോ പണം ചോദിക്കുമ്പോഴും ഇവര് പണമായിട്ട് കയ്യിൽ ചോദിക്കുക ചെയ്യുക, അല്ലാതെ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാനൊന്നും എപ്പോഴും ഇവര് സമ്മതിക്കില്ലായിരുന്നു. അതൊക്കെ തെളിവുകളായിട്ട് കാണില്ലേ മാഡം, അത് ഒഴിവാക്കാനാ ഇവരങ്ങനെ ചെയ്തത്. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പോലും ഇവരുടെ ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയാനാണെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ ഈ നിൽക്കുന്ന ബാലൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു. ആ രൂപ പോലും ഞങ്ങൾ ക്യാഷ് ആയിട്ടാണ് മാഡം ബാലന്റെ കയ്യിലേക്ക് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കള്ളങ്ങളാണ് ഇവരെ വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ എല്ലാവരും. ഈ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. എന്തായാലും ബാലൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഈ ഒരു കാര്യം ഇവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കും എന്നുള്ള കാര്യം ബാലൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ആ സമയത്ത് ബാലൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ ബാലനോട് ചോദിക്കുകയാണ്, എന്താണോ ഇതൊക്കെ, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? നിങ്ങൾ 10 ലക്ഷം രൂപ ഇവരോട് ചോദിച്ചിട്ടാണോ കട പുതുക്കി പണിതത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ കടയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല മാഡം, മാഡത്തിന് അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇവരോട് ഞാൻ പണം ചോദിച്ചു എന്നുള്ളത് സത്യമാ, പക്ഷെ അതിന്റെ കാരണം വേറൊന്നായിരുന്നു. ആ കാരണം എന്താന്ന് എന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കും വീട്ടിലുള്ള ബാക്കി എല്ലാവരും ചേർന്ന് ബാലനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ് കേട്ടോ. ഈ 10 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുന്നത് ശരിയാണ് ബാലൻ പറഞ്ഞല്ലോ, അത് വേറെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഞെട്ടലിൽ ഇങ്ങനെ എല്ലാവരും ചേർന്ന് ബാലനെ നോക്കുകയാണ്. അപ്പൊ ബാലൻ ആകെ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് തല താത്തുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അവിടെ നമ്മുടെ മീനുവും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീനു അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ അതൊക്കെ 10 ലക്ഷം രൂപ അച്ഛൻ ഉദയഭാനു അങ്കിളുടെ കയ്യിൽ നിന്ന് ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ, അത് നടന്നത് വേറൊന്നാണ് മാഡം. ഞാൻ സത്യം പറയാം, നേരത്തെ തന്നെ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഉദയഭാനുവിനെ കുറിച്ച് എനിക്ക് സംശയം തോന്നിയിരുന്നു. ഇയാളെ ഞാൻ കണ്ടിട്ടുള്ള കോടീശ്വരൻ ഉദയഭാനുവിന്റെ വേഷത്തിലല്ലാതെ മറ്റൊരു വേഷത്തില്, അതായത് ഇയാൾ ഇപ്പൊ നിൽക്കുന്ന ഈ വേഷം ഉണ്ടല്ലോ, ഈ വേഷത്തില് ഞാൻ ഇയാളെ കണ്ടു. അതോടുകൂടി എന്നോട് ഇയാൾ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു, ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഇയാൾ നാടകം കളിക്കുകയായിരുന്നു എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു.
അതിനുശേഷം ഞാൻ ഇയാളുടെ പിന്നാലെ നടന്ന് ഇയാളെ ഫോളോ ചെയ്യായിരുന്നു. ഇയാൾ കള്ളത്തരം കാണിക്കുന്നത് ഇയാളുടെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയാ ഞാൻ വെറുതെ ഇയാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ചോദിച്ചത്. അല്ലാതെ എന്റെ കട പുതുക്കി പണിയാനുള്ള യാതൊരു പ്ലാനും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇയാളോട് 10 ലക്ഷം രൂപ ചോദിച്ചാൽ ഇയാൾക്ക് എങ്ങനെയും തരാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇയാളുടെ വായ കൊണ്ട് തന്നെ ഇയാളെ കുറിച്ചുള്ള സത്യം പറയിക്കാനാണ് മാഡം ഞാൻ 10 ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ചോദിച്ചത്. പക്ഷെ എവിടെ നിന്ന് എടുത്താ എങ്ങനെയാന്ന് അറിയില്ല, ഉദയഭാനു ഒരാഴ്ചക്കകം 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഇങ്ങനെ ഒരു പാവപ്പെട്ടവന് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല മാഡം. പക്ഷെ ഇയാൾ തന്ന 10 ലക്ഷം രൂപ അത് ഞാൻ എന്റെ കടയിലേക്കോ എന്റെ കുടുംബത്തിനോ എനിക്കോ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ആ 10 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ച് ഇയാളുടെ മോള് ശ്രീദേവിയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരുന്നു മാഡം. ആ കുട്ടിയോട് ചോദിച്ചാൽ ഈ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ ബാലൻ ഇങ്ങനെ വരിയായിട്ട് പറയുമ്പോ എല്ലാരും ഞെട്ടി നിന്ന് കേൾക്കുകയാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഗോമതിയും ആനന്ദൊക്കെ ഗോമതി ഇങ്ങനെ ബാലനോട് ചോദിക്കുന്നുണ്ട്, എന്താ ബാലേട്ട ഈ കേൾക്കുന്നതൊക്കെ? ഇതൊക്കെ എന്നോട് പോലും ബാലേട്ടൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോ ആനന്ദ് ചോദിക്കുകയാണ്, അച്ഛൻ അറിയുന്നതിന് മുമ്പേ അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അച്ഛാ. അച്ഛൻ അറിഞ്ഞ കാര്യം എന്നോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ എല്ലാം പുറത്ത് വരുമായിരുന്നില്ലേ, നമ്മൾ ഇത്രയൊക്കെ അനുഭവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അച്ഛാ എന്നൊക്കെ ആനന്ദ് പറയുമ്പോ ബാലനാകെ കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ വയ്യാട്ടോ. അങ്ങനെ ബാലൻ എല്ലാരോടും മാപ്പ് ചോദിക്കുകയാണ്. ഗോമതി എന്നോട് ക്ഷമിക്കണം, ആനന്ദേ എന്നോട് ക്ഷമിക്കണം മോനെ, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ പേരിൽ വീണ്ടും വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ അനുഭവിക്കേണ്ടി വരികയാണ്. എന്റെ സംശയം ഉറപ്പ് വരുത്താതെ എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു തെറ്റായി മാറുമോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ആരോടും പറയാതിരുന്നത്. അത് മാത്രമല്ല, എനിക്ക് തെറ്റുപറ്റി എന്ന് എന്റെ കുടുംബത്തെ അറിയിക്കാൻ എനിക്ക് ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു, അതാ കാരണം. പക്ഷെ ആ സമയത്ത് ഇയാൾ എന്നെ ശരിക്കും ഞെട്ടിക്കുകയായിരുന്നു. ഒരാഴ്ചക്കകം ഇയാൾ എനിക്ക് 10 ലക്ഷം രൂപ കൊണ്ട് തന്നു. അപ്പോ ഞാൻ വിചാരിച്ചിരുന്നതെല്ലാം തെറ്റായിരുന്നു. ഇയാൾ നമ്മളോട് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ഉദയഭാനു എന്നത് ശരിക്കും ഒരു കോടീശ്വരൻ തന്നെയാണ് എന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുകയായിരുന്നു മക്കളെ. ഈ അച്ഛനെ മക്കള് വിശ്വസിക്കണമെന്നൊക്കെ പറയുമ്പോൾ, അച്ഛാ ഇങ്ങനെയൊന്നും പറയരുത് അച്ഛാ, പക്ഷെ അച്ഛന് ഞങ്ങളോടൊക്കെ ഇത് നേരത്തെ തന്നെ പറയായിരുന്നു എന്നൊക്കെയാണ് ഈ മക്കളും ഗോമതിയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ മീനു പറയുന്നുണ്ട്, മാഡം അച്ഛൻ ആ 10 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ച് ദേവിയേട്ടത്തെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്വർണം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാം. ദേവിയേട്ടത്തെയാണ് ഈ പരാതി തന്നത്, ദേവിയേട്ടത്തെയാണ് ഈ പറഞ്ഞ പോലെയുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ചത് എന്നല്ലേ പറയുന്നത്. അത് ദേവിയേട്ടത്തി ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞിരുന്നു. അതെനിക്ക് അറിയണം മാഡം. ദേവിയേട്ടത്തി അറിയാതെ ഇവർ പ്ലാൻ ചെയ്ത് എന്റെ കുടുംബത്തെ കുടുക്കിയതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ദേവിയേട്ടത്തെ ഇപ്പൊ തന്നെ ഇവിടെ വിളിച്ചു വരുത്തണം മാഡം. ദേവിയേട്ടത്തി ഇവിടെ നേരിട്ട് വന്ന് നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ, അപ്പൊ മാഡത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അത് കഴിഞ്ഞ് മാഡം തരുന്ന എന്ത് ശിക്ഷയാണെങ്കിലും എന്റെ കുടുംബവും ഞാനും അത് അനുഭവിക്കാൻ തയ്യാറാണ് മാഡം. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ ദേവിയേട്ടത്തെ ഇപ്പൊ തന്നെ ഇവിടെ വിളിച്ചു വരുത്തണം എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ മീനു പറഞ്ഞതൊക്കെ റെസ്പെക്ട് ചെയ്ത് ദേവിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ടോ. ഇനി അഥവാ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ദേവി സത്യങ്ങളെല്ലാം തുറന്ന് പറയും. അങ്ങനെ ഇവര് രക്ഷപ്പെടാൻ പോവാണോ, അതോ അതിനുള്ളിൽ ശ്രീകലയും ഉദയഭാനുവും ദേവിയെ അതും ഇതൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ആനന്ദിനെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ നീ ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം ദേവി ഇവിടെ വന്നിട്ട് ഇവർ പറയുന്നതെല്ലാം സത്യമാണ്, എനിക്ക് ബാലച്ചൻ സ്വർണ്ണം ഒന്നും തന്നിട്ടില്ല, എനിക്കത് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇവർക്കെതിരെ പറയാൻ പോവാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.